പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേരെവിടെ? കർത്താവിൻ്റെ ഈ ചോദ്യത്തിൽ നമ്മളിങ്ങനെ വല്ലാതെ ഫോക്കസ്ഡായി പോയിട്ടുണ്ട് ഈ വചനഭാഗത്തിലെ. അതുകൊണ്ട് തന്നെ അതിനു മുൻപ് സംഭവിച്ച പല കാര്യങ്ങളെക്കുറിച്ചും നമ്മളിങ്ങനെ ധ്യാനിക്കാതെയും പോയി. കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ എത്ര പെട്ടെന്നാണ് കേൾക്കപ്പെടുന്നതെന്ന് അതിന് തൊട്ട് മുൻപുള്ള വചനഭാഗം നമ്മളെ വലിയ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്ന വിധത്തിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 10 കുഷ്ഠരോഗികൾ ആ കർത്താവിൻ്റെ മുൻപിൽ വന്നു നിന്ന് അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ വന്നിട്ട് അവർ സ്വരമുയർത്തി പറഞ്ഞു, കർത്താവെ ഞങ്ങളിൽ കനിയണമേ എന്ന്. ഈ ഒരു കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ എന്നും കരുണയായിരിക്കണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ അപ്പോൾ തന്നെ വിത്തിൻ നോ ടൈം അത് കേൾക്കപ്പെടുന്നു എന്നുള്ളതാണ് വചനം പറഞ്ഞു തരണേ. അതിനുശേഷം അവർ ഈശോയ്ക്ക് നന്ദി പറയാൻ വന്നില്ല എന്നൊക്കെയുള്ളത് പിന്നാലെയുള്ള കാര്യമല്ലേ. പക്ഷേ ആരൊക്കെ എപ്പോഴൊക്കെ കർത്താവിൻ്റെ കനിവിന് വേണ്ടി കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ സമയം വിത്തിൻ നോ ടൈം, അതാ പറഞ്ഞേ, ഒരു സമയവും വൈകാതെ കർത്താവ് അവരെ സൗഖ്യപ്പെടുത്തുന്നത് പലതവണ വചനത്തിന് നമ്മൾ കാണും. ഇന്നത്തെ ഈ നന്ദിയില്ലാതെ പോയ നമ്മുടെ ജീവിതത്തെ ഓർത്ത് കർത്താവിൻ്റെ മുൻപിൽ മനസ്തപിക്കുന്നതോടൊപ്പം തന്നെ ഉള്ളിലൊരിത്തിരി പ്രത്യാശ കൊണ്ട് നിറയാനായിട്ട് ഈ വചനഭാഗം ഇങ്ങനെയൊന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. പറഞ്ഞല്ലോ, ഈ 10 കുഷ്ഠരോഗികൾ കർത്താവിൻ്റെ മുൻപിൽ വന്നു നിന്ന് നിലവിളിക്കുന്നത്, കർത്താവ് ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ എന്നുള്ളതാണ്. അവൻ അവരുടെ മേൽ അനുകമ്പ തോന്നി അപ്പം തന്നെ സൗഖ്യപ്പെടുത്തുന്നത്. 10 പേരെയും ഉടനെ തന്നെ സൗഖ്യപ്പെടുത്താം, നിമിഷം കൊണ്ട് സൗഖ്യപ്പെടുത്തും. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് സൗഖ്യം കിട്ടിയിരിക്കും. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 30-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് 2 അന്ധന്മാരുടെ കഥയാണ്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ ഞങ്ങളുടെ മേൽ കനിവുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യർക്ക് കർത്താവ് അധിക നേരമൊന്നും വെയിറ്റ് ചെയ്യിക്കുന്നില്ല. ഉടനെ തന്നെ ഈ 2 മനുഷ്യർക്കും കാഴ്ച കിട്ടുന്നുണ്ട്. ഇത് തന്നെ നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ന്റെ-28 വായിക്കുന്നുണ്ട്. ബർത്തമീസിൻ്റെ രംഗമാണ്. വളരെ ക്ലാസിക്കലായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. വളരെയേറെ നമ്മൾ ഒരുപാട് തവണ ധ്യാനിച്ചിട്ടുള്ള വചനഭാഗമാണ്. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. ആ പ്രാർത്ഥനയ്ക്ക് എത്ര പെട്ടെന്നാണ് വചനം ഉത്തരം കൊടുക്കുന്നതെന്ന്, കർത്താവ് ഉത്തരം കൊടുക്കുന്നതെന്ന്, സൗഖ്യം കൊടുക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കണം. ഉടനെ അപ്പം തന്നെ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് സ്വർഗം ഉടനെ തന്നെ ഉത്തരം കൊടുക്കുന്നു. കർത്താവ് ഉടനെ തന്നെ സൗഖ്യം നൽകുന്നു. കർത്താവ് ഉടനെ തന്നെ അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നു. 51-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 1-2 വചനങ്ങളിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു, കരുണയ്ക്ക് വേണ്ടിയുള്ള നിലവിളി കേൾക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. ആ കർത്താവിനെ നമ്മൾ കാണണേ, അതേ ദൈവത്തെ നമ്മൾ കാണണേ. എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം ശ്രവിക്കുന്ന, കരുണയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നു. പ്രാർത്ഥനയായിട്ടത് ഏറ്റുപറയാതെ അവൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇങ്ങനെ ഉള്ളു നിറഞ്ഞ നിലവിളിയോടുകൂടെയും പ്രത്യാശയോടുകൂടെയും അവൻ്റെ വസ്ത്രാഞ്ചലത്തിൽ വന്ന് തൊടുന്ന ഒരു സ്ത്രീയെ നമ്മൾ കാണും. ഉടനെ സൗഖ്യം. വേറൊന്നിലും പ്രതീക്ഷയില്ല അവൾക്ക്. കർത്താവ് കരുണ തോന്നണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ തമ്പുരാൻ്റെ അവിടെ വന്നിട്ട് അവൻ്റെ വസ്ത്രത്തിൽ തൊട്ടിട്ട് അവൾ സൗഖ്യപ്പെട്ടില്ലെങ്കിൽ അന്ന് കല്ലെറിഞ്ഞു കൊല്ലപ്പെടും. ആ നിമിഷം മരണമാണ്. അത്രയും റിസ്ക് എടുത്ത് അവൻ്റെ കരുണയിന്മേൽ മാത്രം ആശ്രയിച്ചു കൊണ്ടൊരാൾ വരുമ്പോൾ ഉടനെ സൗഖ്യമാണ്. കർത്താവിൻ്റെ പാദത്തിങ്കൽ വന്ന് നിന്ന് കണ്ണീരുകൊണ്ട് അവൻ്റെ പാദം കഴുകി തലമുടി കൊണ്ട് തുടയ്ക്കുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും ആ സമയം തന്നെ മാറിപ്പോവുകയും അവളുടെ പേര് സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നിടത്തൊക്കെ വിളിച്ചു പറയപ്പെടുകയും ചെയ്യുമെന്ന് അതേ നിമിഷം കർത്താവ് പ്രഖ്യാപിക്കുന്നത് കാണുന്നില്ലേ? കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ കനിവിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇത് അഷ്വേഡാണ്, ബ്ലെസ്സിങ് അഷ്വേഡാണ്.
അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 116-ാമത്തെ സങ്കീർത്തനം, കർത്താവെ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. 116-ാമത്തെ സങ്കീർത്തനം 1-2 വചനങ്ങളാണ്. അങ്ങയുടെ കൃപാതിരേക്കത്താൽ എന്നോട് കരുണ തോന്നണമേ. കർത്താവ് എന്നോട് കരുണയുണ്ടായിരിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. ദാവീദിൻ്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ. ആ കാരുണ്യത്തിന്മേൽ ആശ്രയിക്കുന്ന മനുഷ്യരൊക്കെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുള്ളവരാ. വിശുദ്ധ ഫൗസ്റ്റീനാമയോട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നമ്മൾ ആ വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിച്ച്. വിശുദ്ധ ഫൗസ്റ്റീനാമയോട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എൻ്റെ കരുണയുടെ വാതിലിലൂടെ കടന്നു പോകാത്തവൻ എൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോകേണ്ടി വരും. ഭയപ്പെടുത്തുന്ന ഓർമ്മപ്പെടുത്തലാണ്. അവൻ്റെ നീതിയുടെ വാതിലിലൂടെ കടന്നു പോയാൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റണേ? ഒരു രക്ഷയുണ്ടാവില്ല. സ്വർഗത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ, നിത്യജീവൻ കരസ്ഥമാക്കണമെങ്കിൽ, അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ ആ കർത്താവിൻ്റെ കരുണയുടെ വാതിലിലൂടെ തന്നെ കടന്നു പോകണം. കർത്താവെ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത് എന്നോട് ദയ തോന്നണമേ. ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കും. കരുണയുടെ ജപമാലയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ, നിരന്തരം ചൊല്ലി പ്രാർത്ഥിക്കാൻ, യേശുനാമ ജപമൊക്കെ ഇങ്ങനെ നിരന്തരം ചൊല്ലാനായിട്ടൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ കാരണം അതാ. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല ഒന്നും നടക്കുന്നത്, നിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ്. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കൃപയാണ് എല്ലാറ്റിലും പ്രധാനം. ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന അവിടുത്തെ കരുണയാൽ കർത്താവെ, ഞങ്ങളുടെ മേൽ അവിടുത്തെ ദൃഷ്ടി പതിപ്പിക്കണമേ എന്നുള്ള വലിയ അപേക്ഷയോട് ദിവ്യ കാരുണ്യത്തിന് മുൻപിൽ അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദാവീദിന്റെ പുത്രനായ ഈശോയെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. 10 പ്രാവശ്യം ചൊല്ല് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുൻപ്. കരുണ ഇങ്ങനെ ഒഴുകി വരുന്നതും ഹൃദയത്തിൽ നിറയുന്നതും ജീവിതത്തെ പൊതിയുന്നതും അനുഭവിക്കാനാവും. വിശുദ്ധമായ സ്വർഗീയ അനുഭവം ഇങ്ങനെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിട്ടാവട്ടെ ഇന്നത്തെ നമ്മുടെ ഉറക്കത്തിലേക്കുള്ള പോക്ക്. അതിനായി പ്രാർത്ഥന മറക്കരുത്. അവൻ്റെ കരുണയ്ക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട്, ദാവീദിൻ്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.